ഏതൊരാളും വാഹനം എടുക്കുന്നതിന് മുൻപ് ആദ്യം തിരയുന്നത് വാഹനത്തിന്റെ മൈലേജ് തന്നെയാണ്. എന്നാൽ കമ്പനി വാഗ്ദാനം ചെയ്ത മൈലേജ് ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വാഹന ഉടമ. 52 വയസ്സുള്ള ശശികുമാർ എന്നയാളാണ് താനെടുത്ത വാഹനത്തിന് മൈലേജ് ലഭിക്കുന്നില്ലെന്ന പരാതിയുമായി എത്തിയിരിക്കുന്നത്. ബാംഗ്ലൂർ സ്വദേശിയായ ഇദ്ദേഹം പോലീസിൽ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. JP നഗർ പോലീസ് സ്റ്റേഷനിലാണ് ഇദ്ദേഹം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒന്നുകിൽ പുതിയ വാഹനം നൽകുക, അല്ലെങ്കിൽ താൻ മുടക്കിയ കാശ് തിരിച്ചു നൽകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. നിരവധി തവണ ഇതുമായി ബന്ധപ്പെട്ട് താൻ ഡീലർഷിപ്പിനെ സമീപിച്ചിരുന്നു. എന്നാൽ ഒരു പ്രതികരണവും അവരിൽ നിന്ന് ലഭിച്ചില്ല. അതിനുശേഷം താൻ ജീപ്പിന്റേക്കും മെയിൽ അയച്ചു. എന്നാൽ മെയിലുകൾക്കും തൃപ്തികരമായ പ്രതികരണം ഒന്നും ലഭിച്ചില്ല. അതുകൊണ്ടാണ് പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇത്തരത്തിലുള്ള പരാതി ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്തതെന്നാണ് പോലീസിന്റെ പ്രതികരണം. 2018 നവംബറിൽ ശശികുമാർ ബാംഗ്ലൂരിലെ യശ്വന്ത്പൂരിലുള്ള ജീപ്പ് ഇന്ത്യ ഷോറൂമിൽ നിന്നാണ് വാഹനം സ്വന്തമാക്കിയത്. 26 ലക്ഷം രൂപയാണ് വാഹനത്തിനായി ചെലവാക്കിയത്. വാഹനം വാങ്ങിയപ്പോൾ മുതൽ കുറഞ്ഞ മൈലേജ് ആണ് ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജന്മദിനത്തിൽ മകൾക്ക് സമ്മാനിക്കാനാണ് കാർ വാങ്ങിയത്. അത് മകൾക്ക് സമ്മാനിക്കുകയും ചെയ്തു. എന്നാൽ മകൾ ഇന്ധനം നിറയ്ക്കുന്നതിനായി കൂടുതൽ കാശ് ചോദിച്ചപ്പോഴാണ് കാറിന് മൈലേജ് ലഭിക്കുന്നില്ലെന്ന വിവരം മനസ്സിലായത്. 16 കിലോമീറ്റർ മൈലേജ് കാറിന് ലഭിക്കുമെന്നായിരുന്നു അറിയിച്ചത്. ടെസ്റ്റ് ഡ്രൈവിനിടയിലും ഡീലർഷിപ്പ് ജീവനക്കാർ 16 കിലോമീറ്റർ മൈലേജ് ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കാർ പരിശോധിച്ചപ്പോൾ താൻ വാങ്ങിയ കാറിന് 5 കിലോമീറ്റർ മാത്രമാണ് മൈലേജ് ലഭിക്കുന്നതെന്നും ശശികുമാർ പറഞ്ഞു. ഇതോടെയാണ് ഡീലർഷിപ്പിനെ സമീപിച്ചത്. പ്രതികരണം ലഭിക്കാത്തതുകൊണ്ട് ജീപ്പ് ഇന്ത്യക്ക് മെയിലുകൾ അയക്കുകയും കമ്പനിയുമായി ബന്ധപ്പെടുകയും ചെയ്തു. എന്നാൽ പ്രതികരണം ലഭിക്കാതായതോടെയാണ് പോലീസിൽ FIR രജിസ്റ്റർ ചെയ്തത്.